9th month ഓഫ് പ്രഗ്നൻസിയിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യാല്ലേ. അപ്പോൾ ഈ 9th മന്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ 9ാം മാസത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഡ്യൂ ഡേറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ 40 കംപ്ലീറ്റഡ് വീക്സ് ആകുമ്പോഴാണ്. മിക്കവാറും ആൾക്കാർ അതിന് മുമ്പായിരിക്കും ഡെലിവറി ചെയ്യുന്നത്, കുറച്ച് പേര് മേ ബി അതിന് ശേഷമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡെലിവറി എപ്പം എങ്ങനെയെന്നുള്ളത് നിങ്ങളുടെ ഒബ്സ്റ്റട്രിക് ഹിസ്റ്ററി, അതായത് പ്രീവിയസ് പ്രഗ്നൻസീസ് ഉണ്ടായിരുന്നോ, ഡെലിവറി ഉണ്ടായിരുന്നോ, സിസേറിയൻ ആയിരുന്നോ, നോർമൽ ആയിരുന്നോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏകദേശം ഒരു ഡെലിവറി ഡേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഒരു 37 ആഴ്ച തൊട്ട് 39 ആഴ്ച തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള സമയം നമ്മൾ ഏർലി ടേം പ്രഗ്നൻസി എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അൺലെസ് നമുക്ക് സ്ട്രോങ് മെഡിക്കൽ ഇൻഡിക്കേഷൻ, അതായത് ചിലപ്പം ചിലർക്ക് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ലിവർ ഡിസ്ഫങ്ഷൻസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പം BP കൂടുന്ന അല്ലെങ്കിൽ അൺകൺട്രോൾ ഷുഗേഴ്സ് ആവാം, അങ്ങനെയൊക്കെയുള്ള ചില സിറ്റുവേഷൻസ് ഒഴികെ ബാക്കിയുള്ളവരിലെല്ലാം നമ്മൾ ഈ പ്രഗ്നൻസി ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യും. ഒരു വീക്ക്ലി റുട്ടീൻ ഫോളോ അപ്പ് ആയിരിക്കും. വിത്ത് നമ്മുടെ BP, ഷുഗേഴ്സ് എല്ലാം നോക്കി വേറെ സിംറ്റംസ് ഒന്നും ഇല്ലല്ലോ എന്ന് നോക്കി ഫോളോ അപ്പ് ചെയ്യും. 39 വീക്സിന് ശേഷം അഗൈൻ ബേസ്ഡ് ഓൺ ഇൻഡിക്കേഷൻസ് നമുക്ക് ഒന്നെങ്കിൽ ഇൻഡക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യാം, ജനറൽ ഡെലിവറീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ടീവ് സിസേറിയൻസ് ഉള്ളത് നമ്മൾ അതനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്യും.